സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒരു SSCRT പാഠഭാഗമാണ്. 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള 6ാമത്തെ ചാപ്റ്ററാണ് സമരവും സ്വാതന്ത്ര്യവും എന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളും തീർച്ചയായിട്ടും ഇനിയും വരുന്ന ക്വസ്റ്റ്യൻസുമാണ്. അപ്പം മുഴുവൻ അധ്യായവും ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. അധ്യായം 6 സമരവും സ്വാതന്ത്ര്യവും. ബീഹാറിലെ ചമ്പാരനിൽ 1917 നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഇടയായ സാഹചര്യം ഗാന്ധിജി ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പോർഷനാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. വായിക്കാം. ഇതിൽ പോയിന്റ്സ് വരുന്നുണ്ട്. ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു. നീലത്തിന്റെ വലിയ ചാക്കുകെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന വസ്തുതയും എനിക്കറിയില്ലായിരുന്നു. രാജ്കുമാർ ശുക്ല, ഈ പേരോർത്ത് വെക്കണം, പോയിന്റാണ്. രാജ്കുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് 1916 ലക്നൌവിൽ വെച്ച് എൻ്റെ അരികിൽ വന്നത്. എൻ്റെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തു. ഇവിടെയും ഒരുപാട് പോയിന്റ്സ് വരുന്നുണ്ട്. ബ്രിജ് ബാബു കിഷോർ പ്രസാദ് 1916 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ. കാൺപൂരിലും ആശ്രമത്തിലും രാജ്കുമാർ എന്നെ പിന്തുടർന്നു. അവസാനം ഞാൻ കൽക്കത്ത സന്ദർശിക്കുന്ന അവസരത്തിൽ ചമ്പാരനിൽ എത്താം എന്ന് വാക്കുകൊടുത്തു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്നതാണ് ഈ ഭാഗം. ഈ ഒരു പാരഗ്രാഫില് ഇപ്പൊ ഗാന്ധിജി ചമ്പാരനിലേക്ക് വരാനുണ്ടായത് ആരുടെ പ്രേരണ മൂലമാണ്? ആരാണ്? രാജ്കുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകനാണ് രാജ്കുമാർ ശുക്ല. അതുപോലെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തു. അപ്പം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1916 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിലാണ്. ഈ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. ഈ 2 പോയിന്റ്സും വർഷവും ഓർത്തു വയ്ക്കാം. ഇനി ബീഹാറിലെ ചമ്പാരനിൽ 1917 നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഇടയായ സാഹചര്യമാണ് ഗാന്ധിജി ഈ ആത്മകഥയിൽ വിവരിക്കുന്നത്. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ബീഹാറിലാണ്. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിൽ. വർഷം ഏതാണ്? 1917 ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന, സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ പോയിന്റ്സും പ്രത്യേകം നോട്ട് ചെയ്യുക. ബീഹാറിലെ ചമ്പാരനിലെ 1917. ഇനി ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെയാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെയാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിച്ചത് ഏതിലൂടെയാണ്? ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെയാണ്. വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിന്റെ കാരണങ്ങൾ. ഈ കാരണങ്ങളും നോട്ട് ചെയ്യുക. എന്താണ്? ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ, അതുപോലെ സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം, ഭാഷ എന്നിവയെല്ലാം അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായിട്ട് ഗാന്ധിജിയെ വിലയിരുത്തി. എന്തൊക്കെയാണ്?
ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ, അതുപോലെ സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി, അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗാന്ധിജിയുടെ സമരരീതി തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന രക്ഷകനായിട്ട് ഗാന്ധിജിയെ വിലയിരുത്തി. ഇനി ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ, ഇത് അടുത്ത പോയിന്റ്, ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. അപ്പൊ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോകുവാനുണ്ടായ സാഹചര്യം എന്താണ് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കും. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ആരുടെയാണ്? ദാദാ അബ്ദുള്ള. ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ, എവിടെ നിന്ന് എവിടേക്കാണ്? ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണ വിവേചനത്തിന്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി. അവിടെയുണ്ടായിരുന്ന 21 വർഷക്കാലവും, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര വർഷക്കാലമാണ് ഉണ്ടായിരുന്നത്? 21 വർഷക്കാലവും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഈ ഒരു പാരഗ്രാഫിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോകുവാനുണ്ടായ സാഹചര്യം, ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായിട്ട്. എവിടെ നിന്ന് എവിടേക്കുള്ള യാത്രയിലാണ് ഗാന്ധിജിയെ ഇറക്കി വിട്ടത്? ട്രെയിനിൽ നിന്ന്. ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ളതാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര കാലമാണ് ഉണ്ടായിരുന്നത്? 21 വർഷക്കാലമാണ്. അടുത്തത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ഇടപെട്ട ചില പ്രാദേശിക സമരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പ്രാദേശിക സമരങ്ങൾ. ഈ പാരഗ്രാഫ് അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. സമരം ഏതാണ്, പ്രദേശം ഏതാണ്, വർഷം ഏതാണ്. ആദ്യത്തെ തന്നിരിക്കുന്നത് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരമാണ്. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. ഏത് വർഷമാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്? 1917 അടുത്തത് അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. എവിടെയാണ് നടന്നത്? ഗുജറാത്തിലാണ്. വർഷം 1918. ഇനി ഗേഡയിലെ കർഷക സമരം എവിടെയാണ്? ഗുജറാത്തില് 1918. ഈ പാരഗ്രാഫ് അങ്ങനെ തന്നെ പഠിച്ചേക്കുക. അടുത്തത് ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലുള്ള സമരരീതികളാണ് സ്വീകരിച്ചത്. നിയമലംഘനം, പിന്നെ സഹന സമരം. ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി. സമരത്തിന് ശേഷം ഗാന്ധിജി ചമ്പാരന്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. ഏതൊക്കെയാണ്? പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുക, ശുചീകരണ പ്രവർത്തനങ്ങൾ, വൈദ്യസഹായ പ്രവർത്തനങ്ങൾ എന്നിവ ഏറ്റെടുക്കുകയും ചെയ്തു. പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലും ചമ്പാരനിലെ സമരരീതികളാണ് അദ്ദേഹം സ്വീകരിച്ചത്. അഹമ്മദാബാദ് തുണിമിൽ സമരം ഏത് വർഷമാണ് നടന്നത്? 1918. അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുവാനുണ്ടായ കാരണം എന്താണ്? പ്ലേഗ് ബോണസിനെ ചൊല്ലിയിട്ടായിരുന്നു. പ്ലേഗ് ബോണസ്, ഇതെല്ലാം ഓർത്തു വയ്ക്കണം, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പ്ലേഗ് ബോണസിനെ ചൊല്ലിയിട്ടാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത്. വർഷം 1918. ഇനി ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഗേഡയിലെ കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹവും സമരായുധങ്ങളായി ഉപയോഗിച്ചു. അതിന്റെ ഫലമായി സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിന്റെ നേതാവാക്കി തീർത്തു.
എന്താണ്? സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിന്റെ നേതാവാക്കി തീർത്തു. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നു പ്ലേഗ് ബോണസ്. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. എത്ര ശതമാനം? 10% പേരെ കൊന്നൊടുക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിന്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഏർപ്പെടുത്തിയ സംവിധാനം ഒന്നാം ലോക മഹായുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായകമായി. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു നോക്കാം. ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ നേതാവായിട്ട് ഗാന്ധിജി മാറി. അടുത്തിടെ തന്നിരിക്കുന്നു ഗാന്ധിജി ചലച്ചിത്രത്തിൽ. റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്ത് 8 ഓസ്കർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന ചലച്ചിത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ്. ഗാന്ധി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? റിച്ചാർഡ് അറ്റൻബറോ. ഓസ്കറുകൾ എത്രയാണ് കിട്ടിയത്? 8 ഓസ്കർ അവാർഡുകൾ നേടി. എത്രണ്ണം? 8 ഓസ്കർ അവാർഡുകൾ നേടി. ശ്യാം ബെനഗലിന്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത്. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന ചിത്രമാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന ചിത്രം. ഇതാരുടേതാണ്? ശ്യാം ബെനഗലിൻ്റെതാണ്. ശ്യാം ബെനഗൽ. ഇവ കൂടാതെ നിരവധി ചലച്ചിത്രങ്ങളും ഡോക്യുമെന്ററികളും ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ 2 ചിത്രങ്ങൾ ഓർത്തു വയ്ക്കുക. ഒന്ന് ഗാന്ധി, രണ്ടാമത് മേക്കിംഗ് ഓഫ് മഹാത്മാ. അടുത്തത് ദേശീയ സമരത്തിലേക്ക്. നമ്മളിപ്പോൾ നോക്കിയത് പ്രാദേശിക സമരങ്ങളായിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, പിന്നെ എന്താണ്? ഗേഡ സത്യാഗ്രഹം. ഇനി നോക്കുന്നത് ദേശീയ സമരത്തിലേക്കാണ്. ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത്. അപ്പൊ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത് ഏതിലൂടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത്. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ്. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം. എന്താണ്? എന്തിനെ തടയാനെന്ന പേരിലാണ്? ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാമായിരുന്നു. ഈ റൗലറ്റ് നിയമപ്രകാരം എന്താണ്? ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തിട്ട് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാമായിരുന്നു. ഇനി ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സെയ്ഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി
1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി. ഈ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബില് നേതൃത്വം നൽകിയവരാണ് സെയ്ഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവർ. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയവരാരാണ്? സെയ്ഫുദ്ദീൻ കിച്ലു, സത്യപാൽ. ഇവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായിട്ടാണ് 1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത്. ഈ പേരുകൾ ഓർത്തു വയ്ക്കണം: സെയ്ഫുദ്ദീൻ കിച്ലു, സത്യപാൽ. ഇനി ജാലിയൻ വാലാബാഗിൽ എന്നാണ് ഒത്തുകൂടിയത്? 1919 ഏപ്രിൽ മാസം 13. അമൃത്സർ പട്ടണത്തിന്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു. പട്ടാള മേധാവിയായ ജനറൽ ഡയർ തന്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിന്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു. 10 മിനിറ്റ് നീണ്ടു നിന്ന വെടിവെപ്പിൽ 379 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ ഇതിന്റെ ഇരട്ടിയായിരുന്നു. ഔദ്യോഗിക കണക്ക് പ്രകാരം എത്ര പേരാണ്? 379. എന്നാൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു? മരണസംഖ്യ ഇതിന്റെ ഇരട്ടിയായിരുന്നു. അപ്പൊ നമ്മൾ PSC പരീക്ഷയ്ക്ക് ഔദ്യോഗിക കണക്ക് പ്രകാരം എത്ര പേരാണ് ജാലിയൻ വാലാബാഗ് വെടിവെപ്പിൽ മരിച്ചത് എന്ന് ചോദിച്ചാൽ 379 പേരാണ്. അപ്പൊ പട്ടാള മേധാവിയ ജനറൽ ഡയർ ആണ് തന്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ വെടിവെക്കാനായിട്ട് ഉത്തരവിട്ടത്. ഈ ഒരു പാരഗ്രാഫിൽ ഓർത്തു വെക്കേണ്ട പേരുകൾ: സെയ്ഫുദ്ദീൻ കിച്ലു, സത്യപാൽ. ജാലിയൻ വാലാബാഗ് സമരം നടന്ന വർഷം 1919 ഏപ്രിൽ 13. ആരുടെ ഉത്തരവ് മൂലമാണ്? ജനറൽ ഡയർ ആണ്. എത്ര പേരാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം കൊല്ലപ്പെട്ടത്? 379 പേരാണ്. ഇന്ത്യയിലെമ്പാടും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുന്നതിന് ജാലിയൻ വാലാബാഗ് സംഭവം കാരണമായി. ഇത് കഴിഞ്ഞ പ്രാവശ്യം PSC ചോദിച്ചൊരു ചോദ്യമാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ, ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടത് ഏത് യുദ്ധമാണ്? പ്ലാസി യുദ്ധമാണ്. ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് സംഭവത്തിന്റെ അടിത്തറയിളക്കി എന്നാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഗാന്ധിജി പ്രതികരിച്ചത്. അപ്പം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിളക്കി എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ജാലിയൻ വാലാബാഗ് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നിസ്സഹരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവുമാണ്. നിസ്സഹരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹരണ സമരമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹരണ സമരം. റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. നിസ്സഹരണത്തിന്റെ സവിശേഷതകൾ എന്തായിരുന്നുവെന്ന് പരിശോധിക്കും. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ചില ഉദാഹരണങ്ങൾ. അപ്പൊ നിസ്സഹരണമായിട്ട് എന്താണ് ചെയ്തത്? നിസ്സഹരണ സമരം വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. അപ്പൊ നിസ്സഹരണ സമരവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ് ഇതെല്ലാം. വക്കീലന്മാർ കോടതി ബഹിഷ്കരിച്ചു, അതുപോലെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിച്ചു, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകി, നികുതി നൽകാതിരുന്നു, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചു. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ചില ഉദാഹരണങ്ങളാണ്.
അവധിലെ കർഷകർ നികുതി നൽകാനായിട്ട് വിസമ്മതിച്ചു. എവിടത്തെ അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ചിട്ട് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. എവിടത്തെയാണ്? വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാനായിട്ട് വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകി. ഇതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽനൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ്? തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽനൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഐത്തോച്ചാടന പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ തുടങ്ങിയവ. ഓർത്തുവയ്ക്കണം, പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിസ്സഹരണ സമരകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ തുടങ്ങിയവ. കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. നിസ്സഹരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. ഈ നിസ്സഹരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത്. ഇന്ത്യയില് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ്. അലി സഹോദരന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. ഇതും പ്രധാനപ്പെട്ടതാണ്. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അതുപോലെ വിദ്യാലയങ്ങൾ. ഇനി ഇവിടെ ഗാന്ധിജിയുടെ ചർക്ക കാണിച്ചിട്ടുണ്ട്. എവിടെയാണ്? സബർമതി ആശ്രമത്തിലെ ശേഖരത്തിൽ നിന്ന്. സബർമതി ആശ്രമത്തിലാണ് ഗാന്ധിജിയുടെ ചർക്ക. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്തു നിർത്തിയതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാനായിട്ട് ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഖിലാഫത്ത് പ്രസ്ഥാനം നിസ്സഹരണ പ്രസ്ഥാനമായിട്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതോടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാനായിട്ട് ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കൾക്കൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. തത്ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു. പ്രധാനപ്പെട്ട പോയിന്റാണ്. ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി. അതുപോലെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു. ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം തന്നിരിക്കുന്നത് ഒന്നാം ലോക യുദ്ധത്തിനു ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ ഖലീഫയാണ്. ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുവാനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഇപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാവാനുണ്ടായ കാരണം എന്താണ്? ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുവാനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം.
ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്കു നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. 22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം എന്താണ്? ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവം സ്ഥിരം ചോദ്യമാണ്. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതാണ്? ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര എവിടത്തെ സ്ഥലമാണ്? ഉത്തർപ്രദേശിലെ സ്ഥലമാണ്. ഉത്തർപ്രദേശിലെ സ്ഥലമാണ് ചൗരി ചൗര. അവിടെ എന്താണ് സംഭവിച്ചത്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചു. ഇതിൽ രോഷാകുലരായ ജനങ്ങൾ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. ഈ ഒരു സംഭവത്തിൽ 22 പോലീസുകാർ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. അങ്ങനെയാണ് നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാനായിട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. അടുത്തത് പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവുമാണ്. പൂർണ്ണ സ്വരാജും സിവിൽ നിയമ ലംഘനവും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. പ്രസ്തുത സമ്മേളനത്തിൽ താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. പാരഗ്രാഫിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു. ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. പ്രസ്തുത സമ്മേളനത്തിൽ താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ട്. എന്തൊക്കെയാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1929 ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഏത് സമ്മേളനത്തിലാണ്? 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. സിവിൽ നിയമങ്ങളെ ലംഘിക്കുക. ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉപ്പുനികുതി എടുത്തു കളയുക. കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക. സിവിൽ നിയമലംഘനമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി ആവശ്യപ്പെട്ടത് എന്തൊക്കെയാണ്? ഉപ്പുനികുതി എടുത്തു കളയുക. കൃഷിക്കാർക്ക് 50% നികുതി നൽകുക. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക. ഉപ്പ് സമരായുധമായി തെരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു? ഉപ്പ് സമരായുധമായിട്ട് തെരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ 2/5 ഭാഗവും ഉപ്പിന്മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ
2/5 ഉപ്പിന്മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉൽപാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിന്റെ വില 3 മടങ്ങ് വർദ്ധിപ്പിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത്. ഉപ്പ് സമരായുധമായിട്ട് തിരഞ്ഞെടുക്കുവാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ പോയിന്റ്സും മനസ്സിലാക്കി വയ്ക്കുക. ഇനി 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യുവാൻ കഴിയും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കിക്കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കുകയില്ല. നിങ്ങൾ ഒരൽപ്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഉപ്പ് നിയമലംഘന സമരത്തിന്റെ ശക്തി വിശദീകരിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് ഇവ. അടുത്തതായിട്ട് തന്നിരിക്കുന്നത് വട്ടമേശ സമ്മേളനങ്ങളാണ്. വട്ടമേശ സമ്മേളനങ്ങൾ എന്താണ്? വട്ടമേശ സമ്മേളനം ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 31, 32 എന്നീ വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തു. ഗാന്ധിജി പങ്കെടുത്തത് ഏത് വട്ടമേശ സമ്മേളനത്തിലാണ്? 2ാം വട്ടമേശ സമ്മേളനം. ഏത് വർഷമാണ്? 1931. വട്ടമേശ സമ്മേളനങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായിട്ട്. എവിടെ വെച്ചാണ് നടന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് 1930, 31, 32 എന്നീ വർഷങ്ങളിലായിട്ടാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എത്രാമത്തേതായിരുന്നു? 2ാമത്തേതായിരുന്നു. ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് കുറുക്കി നിയമലംഘനത്തിൽ പങ്കാളികളായി. കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഗാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമലംഘനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായി. ഉപ്പ് നിയമലംഘനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? കേരളത്തിൽ എവിടെയായിരുന്നു? പയ്യന്നൂരായിരുന്നു. തമിഴ്നാട്ടിലോ? വേദാരണ്യമായിരുന്നു. മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാളിൽ നവഗാലി, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായി. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠുരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിട്ടു. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക്. ധരാസന ഉപ്പ് നിർമ്മാണശാല എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് ആരുടെ നേതൃത്വത്തിലാണ്? സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠുരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിട്ടു. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായിട്ട് അടിച്ചമർത്തുകയും ചെയ്തു. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായിട്ട് അടിച്ചമർത്തുകയും ചെയ്തു. ദേശീയ പ്രസ്ഥാനം ജനകീയവൽക്കരിക്കുന്നതിന് ഉപ്പ് സത്യാഗ്രഹം വലിയ പങ്കുവഹിച്ചു. അടുത്തത് വരുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ്? ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക.
നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. അപ്പം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം. സിവിൽ നിയമ ലംഘന സമരം പോലെ തന്നെ ജനകീയമായ മറ്റൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിൽ ഊന്നിയുള്ള ഒരു സമരമാണ് ഇതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ പരിശോധിക്കാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായത് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. ഇതെല്ലാമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ. ഇനി ഈ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. കർഷകർ നികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്കു നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. ഇതെല്ലാമാണ് ഗാന്ധിജി ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഇത് സ്റ്റുഡൻസിന് നൽകിയിരിക്കുന്ന ടാസ്കുകളാണ്. അടുത്തത്, ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ പ്രക്ഷോഭത്തെ അതിക്രൂരമായിട്ട് നേരിട്ടു. അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെന്റ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ തുടങ്ങിയവ തകർത്തു. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യയാകെ സമരത്തിന്റെ തീച്ചുളയിലായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിച്ചതിനെതിരായ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. പൊതുജനവികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞത് മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു, CR ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. ഇതാരാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണിത്. ഇത്തരത്തിൽ ഗാന്ധിയൻ സമര രീതികളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഇന്ത്യയുടെ ദേശീയ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്ത CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ആരൊക്കെയാണ്? CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്. വർഷം ഏതാണ്? 1923. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്ത CR ദാസ്, മോത്തിലാൽ നെഹ്റു, പേരുകൾ ഓർത്തു വയ്ക്കുക. CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയില്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണം എന്ന് അവർ ആവശ്യപ്പെടുകയും
നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. ക്രമേണ ഗാന്ധിയൻ സമര രീതികളോടുള്ള വിയോജിപ്പ് കൂടുതൽ ശക്തമായ രീതിയിൽ പ്രകടമാകാൻ തുടങ്ങി. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയ വർഷം ഏതാണ്? 1928 ഇതിന് നേതൃത്വം നൽകിയവരാരൊക്കെയാണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയത് 1928. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. സായുധ വിപ്ലവത്തിനായിട്ട് ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്ന ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്നു. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്തുവാനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. തുടർന്ന് അറസ്റ്റ് വരിച്ചു. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട ചില വിപ്ലവ പ്രസ്ഥാനങ്ങളെയും അവയുടെ നേതാക്കളെയും ചുവടെ തന്നിരിക്കുന്നു. സായുധ വിപ്ലവത്തിനായിട്ട് റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചു. ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആരൊക്കെ ചേർന്നാണ് വധിച്ചത്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്നു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്നാണ്. ആരാണ്? ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. ഏത് വർഷം? 1931 മാർച്ച് മാസം 23 ആരൊക്കെയാണ് തൂക്കിലേറ്റിയത്? ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയുമാണ് തൂക്കിലേറ്റിയത്. ഇനി പ്രസ്ഥാനങ്ങളും അവയുടെ നേതാക്കളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ ആണ്. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ. അനുശീലൻ സമിതി, ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. ഇത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരും, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ, അനുശീലൻ സൊസൈറ്റി ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്, ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ. റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1930കളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി. ഏത് വിപ്ലവത്തിൽ നിന്നുമാണ്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1930കളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി. ഈ ആശയങ്ങൾ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തെയും സ്വാധീനിച്ചു. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലി എന്നിവ ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകി. കോൺഗ്രസ്
സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലി എന്നിവ ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകി. 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ആരുടെ നേതൃത്വത്തിലാണ്? ജയപ്രകാശ് നാരായണിന്റെ നേതൃത്വത്തിലാണ്. വർഷം 1931. ഏത് സമ്മേളനത്തിലാണ്? ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ. 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായിരുന്നു. ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലി തുടങ്ങിയവരാണ്. ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി. INA രൂപീകരിച്ചത് ആരാണ്? ഇന്റർനാഷണൽ ആർമി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് ആണ് INA ഇന്റർനാഷണൽ ആർമി രൂപീകരിച്ചത്. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിനൊരു താൽക്കാലിക ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രധാന ചുമതല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായി ഝാൻസി റാണി റെജിമെന്റ് രൂപീകരിച്ചു. ഝാൻസി റാണി റെജിമെന്റ് എന്തിന്റെ വനിതാ വിഭാഗമായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായിരുന്നു ഝാൻസി റാണി റെജിമെന്റ്. ഇതിന്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ഝാൻസി റാണി റെജിമെന്റിന്റെ ചുമതല ആർക്കായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി. ഝാൻസി റാണി റെജിമെന്റിന്റെ ചുമതല വഹിച്ച മലയാളി ആരാണ്? മലയാളി വനിത ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരുത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. എവിടെയാണ്? ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. ഇവിടെ വാഞ്ചി അയ്യരെ കുറിച്ച് തന്നിരിക്കുന്ന പാരഗ്രാഫ് നോക്കാം. വാഞ്ചി അയ്യർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? വാഞ്ചി അയ്യറാണ്. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലിയിലെ ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ചു കൊന്നു. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെപ്പറ്റി മാഡം കാമ തൻ്റെ വന്ദേ മാതരം പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതി. വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം മാഡം കാമ. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉയർത്തി. ഇത് ആരുടെ വാക്കുകളാണ്? മാഡം കാമയാണ്. വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണത്തിലാണ് മാഡം കാമ ഇങ്ങനെ എഴുതിയത്. എന്താണ്? വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി. ആരുടെ വാക്കുകളാണ്? മാഡം കാമ തൻ്റെ വന്ദേ മാതരം പ്രസിദ്ധീകരണത്തിലാണ് ഇങ്ങനെ എഴുതിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആര് എന്ന് ചോദിച്ചാൽ വാഞ്ചി അയ്യറാണ്. വാഞ്ചി അയ്യർ ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന
തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ 1911 ജൂലൈ 17 എവിടെ വെച്ചാണ് വെടിവെച്ച് കൊന്നത്? മനിയാച്ചി, തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ചു കൊന്നു. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹവും ആത്മാഹുതി ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളാണ് നോക്കുന്നത്. തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനിടയാക്കി. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ ചുവടെ പറയുന്നവയാണ്: അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ. ഏതൊക്കെയാണ്? അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ. 1920 N.M. ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈ എടുത്ത് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചു. ആരൊക്കെ ചേർന്നാണ്? N.M. ജോഷി, ലാലാ ലജ്പത് റായ്. വർഷം 1920. 1920 N.M. ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC രൂപീകരിച്ചു. AITUC രൂപീകരിക്കപ്പെട്ട വർഷം 1920. നേതൃത്വം കൊടുത്തവർ N.M. ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവരാണ്. ഈ സംഘടനയുടെ 3 പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? തൊഴിലാളി വർഗമെന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിനു പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്കുവഹിക്കുക. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സെമീന്ദാർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. N.G. രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് എവിടെ വെച്ചാണ് സ്ഥാപിതമായത്? ലാഹോറിൽ വെച്ചാണ്. ആരുടെ ശ്രമഫലമായിട്ടാണ്? N.G. രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായിട്ടാണ് ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായത്. പിൻകാലത്ത് ഇത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ചു. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് ആണ് പിന്നീട് അഖിലേന്ത്യാ കിസാൻ സഭയായിട്ട് മാറിയത്. ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകി. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ആവശ്യങ്ങളാണ്: ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക, ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക എന്നിവ. കർഷകരുടെയും തൊഴിലാളികളുടെയും ഒത്തുചേരലും പ്രതിഷേധവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങളെയും ഇന്ത്യയിൽ നിലവിൽ വന്ന ഫ്യൂഡൽ വ്യവസ്ഥയും ഒരുപോലെ എതിർത്ത തൊഴിലാളികളുടെയും കർഷകരുടെയും നിലപാടുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കലാപങ്ങൾക്കും സമരങ്ങൾക്കും വഴിതെളിച്ചു. അപ്പം സമരങ്ങളാണ് ഇനി പറയുന്നത്. തേബാഗ സമരം. പ്രധാന സമരങ്ങളാണ് തേബാഗ സമരം. തേബാഗ സമരം എവിടെയാണ്? ബംഗാളിലാണ് നടന്നത്. തേബാഗ സമരം നടന്നത് ബംഗാൾ. തെലങ്കാന സമരം ആന്ധ്രാപ്രദേശാണ്. നാവിക കലാപം നടന്നത് ബോംബെയിലാണ്. നാവിക കലാപം നടന്നത് എവിടെയാണ്? ബോംബെയാണ്. തേബാഗ സമരം ബംഗാൾ, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ബോംബെ. ഇനി സ്വാതന്ത്ര്യത്തിലേക്ക്, അടുത്തത് വരുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക്. അതിനു മുമ്പായിട്ട് അതിർത്തി ഗാന്ധി എന്ന ഹെഡിങ്ങോടുകൂടി നമുക്ക് തന്നിട്ടുണ്ട്. രാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട അദ്ദേഹം
അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. സ്വാതന്ത്ര്യത്തിലേക്ക്. രണ്ടാം ലോക യുദ്ധം ലോകത്താകമാനം സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ബ്രിട്ടൻ സാമ്പത്തികമായി ദുർബലമാവുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടതും ലോകത്തെ വൻ ശക്തികളായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനി വാഴ്ചയ്ക്കെതിരെ നിലപാടെടുത്തതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധിതമാക്കി. ഇന്ത്യയുടെ അനുഭാവം പുലർത്തിയിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നു. ലേബർ പാർട്ടി ആരുടെ നേതൃത്വത്തിലാണ്? ക്ലെമന്റ് ആറ്റ്ലി. സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ത്യ ലീഗ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയിയായിട്ട് നിയമിച്ചു. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. മൗണ്ട് ബാറ്റൻ പദ്ധതി അതനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷൻ നിയമിക്കുന്നതാണ്. കോൺഗ്രസും സർവേന്ത്യ ലീഗും ഈ പദ്ധതി അംഗീകരിച്ചു. എന്നാൽ ഖാൻ അബ്ദുൾ ഗാഫറിനെ പോലുള്ള ദേശീയവാദികൾ ഇതിനെ എതിർത്തു. 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 1947 ജൂലൈയിലാണ്. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന ദേശീയ സമരമായി മാറിയത് എങ്ങനെയെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഗാന്ധിജിയുടെ ആശയങ്ങളും സമരരീതികളുമായിരുന്നു ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഗാന്ധിയൻ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ സമര മാർഗങ്ങൾക്കും ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. ഇത്തരത്തിൽ വ്യത്യസ്ത ധാരകളിലൂടെ ശക്തി പ്രാപിച്ച ദേശീയ പ്രസ്ഥാനത്തിന്റെ ഫലമായിരുന്നു 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. ഇനി ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് പഠിച്ചത്? സമരവും സ്വാതന്ത്ര്യവും. ഇതിൽ പ്രാദേശിക സമരങ്ങളുണ്ട്, ദേശീയ സമരങ്ങളുണ്ട്, വേറിട്ട വഴികൾ. പ്രാദേശിക സമരങ്ങൾ ഏതൊക്കെയായിരുന്നു? ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം, അഹമ്മദാബാദ് തുണിമിൽ സമരം, ഗേഡ കർഷക സമരം. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോരോ വർഷങ്ങളും എവിടെയൊക്കെയാണ് നടന്നത്, ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്, ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. ദേശീയ സമരങ്ങൾ: നിസ്സഹകരണ സമരം, സിവിൽ നിയമലംഘനം, ക്വിറ്റ് ഇന്ത്യ സമരം. സിവിൽ നിയമലംഘനത്തിൽ വരുന്നതാണ് ഉപ്പു സത്യാഗ്രഹവും ധരാസന സമരവും. ഉപ്പു സത്യാഗ്രഹവും ധരാസന സമരവും. ഇനി വേറിട്ട വഴികൾ ഏതൊക്കെയായിരുന്നു? സ്വരാജ് പാർട്ടി, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, വിപ്ലവ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ എന്നിവ. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ പഠിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഓരോ പോയിന്റും എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകം വായിച്ച് മനസ്സിലാക്കി പോയിന്റ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.